നമസ്കാരം, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയുള്ള ഒരു കക്കായും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ട് ഞാൻ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, മല്ലിപ്പൊടി, പട്ട, കുരുമുളക് പൊടി, കറയാമ്പൂ, കറിവേപ്പില, ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഞാനിത് കക്കയും ഉരുളക്കിഴങ്ങും കൂടി ഓൾറെഡി വേവിച്ച് വെച്ചേക്കാണ്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതിനകത്തായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടികളൊക്കെ നമുക്ക് ഈ ചൂടുവെള്ളത്തിലൊന്ന് ഉഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്. ഇതിനകത്തായിട്ട് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഒരു 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. അത് നമുക്കൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാനത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഒരു ഗ്രേവി തയ്യാറാക്കണം. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഗ്രേവി തയ്യാറാക്കണം. വളരെ ടേസ്റ്റിയാണ് കക്കയും ഉരുളക്കിഴങ്ങും, അല്ലെങ്കിൽ കക്കയും പച്ചക്കയും കൂടി നിങ്ങൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തൊക്കെ ആദ്യമേ നമുക്ക് ഈ പട്ട, കറയാമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പെരുംജീരകം, നമുക്കിതിനകത്തോട്ട് കുരുമുളക് പൊടി, നമുക്കിതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഞാനൊരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വേണ്ടത് സവാള. ഞാനൊരു 3 സവാള, വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇത് നല്ലോണം വാടാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വാടിയെടുക്കും. കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്ന് നമ്മുടെ ബീഫ് കക്ക റോസ്റ്റിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം ഒരു ഗോൾഡൻ കളർ കഴിഞ്ഞ് ബ്രൗൺ കളറായി. നമുക്ക് ഇതിനകത്തൊക്കെ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയുള്ളൊരു നല്ല രുചികരമായ ഒരു വിഭവമാണ് കക്ക റോസ്റ്റ്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കും. നമ്മുടെ കക്ക റോസ്റ്റിൻ്റെ ഗ്രേവി എല്ലാം നല്ലോണം ഒരു ഗോൾഡൻ കളറിൽ നിന്ന് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്നും. ഇതിനകത്ത് വേറൊരു കാര്യം ചേച്ചി ഇട്ടിട്ടില്ല, അത് നമുക്ക് കിട്ടിയില്ല, ഇവിടെ ഇല്ല. തേങ്ങാക്കൊത്താണ് ഏറ്റവും ഇതിന് പ്രത്യേകത. തേങ്ങാക്കൊത്താണ്. പക്ഷെ തേങ്ങാക്കൊത്ത് നമുക്ക് ചെരണ്ടിപ്പോയി. ഇവിടെ ഇരുന്ന തേങ്ങ ചെരണ്ടിപ്പോയാണ്, തേങ്ങാക്കൊത്തില്ല. ചെരണ്ടിയത് ഇട്ട ഒരു ഇതുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് വേണേൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഈ കക്കയും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് വെച്ചേക്കണം. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കക്ക വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം വെക്കാതെ വേവിക്കണം. പക്ഷെ കക്ക തിളച്ച് വരുമ്പോൾ കക്കടത്ത് നല്ല വെള്ളം ഉണ്ടാകും. കക്ക നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചു. നല്ല വേവുള്ളതാണ് കക്കാക്ക്. അപ്പം അത് തിളച്ച് വരുമ്പോൾ അത് വെള്ളവും. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായി ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ് കക്ക റോസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഇടുക. പിന്നെ നിങ്ങളുടെ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ.
പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മുടെ മോളുടെ കല്യാണം ആയാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയൊരു ഫണ്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ചേച്ചിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് വീഡിയോ ആയിട്ട് പോകാം. ഒരാഴ്ചയിൽ 2-3 വീഡിയോ ഒക്കെ നമുക്കിനി ഇടാൻ പറ്റുള്ളൂ. കല്യാണം ഏകദേശം അടുത്ത്. ഇതൊന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. നമുക്ക് ചെറു തീയിൽ കിടന്നൊന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു വകയിലേക്ക് മാറ്റാം. നമ്മളുടെ ബീഫ് റോസ്റ്റ്, കക്ക റോസ്റ്റാണ് ഞാൻ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇതേപോലെ നിങ്ങളെല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്യും. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം വെച്ച് പറയാം, തേങ്ങാക്കൊക്കെ ഇടാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ബീഫും ചിക്കനും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കും. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നത്. സൂപ്പർ, അടിപൊളിയാണ്. ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കക്കായും റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.